വനം നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കരടിൽ പരിഷ്കാരം നിയമസഭയിൽ മാത്രം. ഭേദഗതികൾ വനമന്ത്രി സബ്ജക്ട് കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. വരുന്ന സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാരിൽ ആശയക്കുഴപ്പമുണ്ട്. തിടുക്കത്തിൽ ബില്ല് കൊണ്ടുവരേണ്ട എന്ന നിലപാടിലാണ് മുഖ്യമന്ത്രി AV ജയശങ്കർ. വിശദാംശങ്ങളുമായി ജയശങ്കർ. രൂപതകളുടെ പ്രതിഷേധം, ജോസ് കെ മാണി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തി. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ മനം മാറ്റം. അപ്പോൾ അതിൽ ഒരു തിരുത്തലിലേക്ക് സർക്കാർ പോകുന്നു എന്നതിന്റെ കൂടുതൽ സൂചനകളാണോ ഇന്ന് പുറത്തു വന്നത്? അതായത് അനുജ, കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ വനം മന്ത്രി തന്നെ തിടുക്കത്തിൽ ഇത്തരത്തിൽ ഒരു കാര്യങ്ങളിലേക്ക്, ആശങ്കപ്പെടുന്ന കാര്യങ്ങളിലേക്ക് പോകില്ലെന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങളനുസരിച്ച് നിലവിൽ അവതരിപ്പിച്ചിരിക്കുന്ന നിയമസഭയ്ക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ കരടിൽ ഭേദഗതി സഭയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. സഭ കൂടിയതിനു ശേഷം സബ്ജക്ട് കമ്മിറ്റിയിൽ വനം മന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട തിരുത്തലുകൾ, ഇതിലെ മാറ്റം അവതരിപ്പിക്കുമെന്നാണ് നിലവിൽ പറയുന്നത്. ഈ കേരള കോൺഗ്രസ് എം ഉൾപ്പെടെ ഉന്നയിച്ച ഈ വനം ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ഉൾപ്പെടെയുള്ള അധികാരങ്ങൾ നൽകുന്ന, അത്തരത്തിൽ വളരെയധികം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വലിയ അധികാരങ്ങൾ നൽകുന്ന കർഷക വിരുദ്ധമായ ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാനാണ് നിലവിൽ ആലോചിക്കുന്നത്. എന്തായാലും ഇത് സഭയിൽ വെച്ചായിരിക്കും ഉണ്ടാവുക. ഒപ്പം തന്നെ ഈ ഡിസംബർ 31 വരെ ഈ വനം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ഹിയറിംഗ് സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട്. ഈ ഹിയറിംഗിൽ പൊതുജനങ്ങൾ നൽകുന്ന അപേക്ഷകൾ ഇല്ലെങ്കിൽ അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ കൂടി ഇത്തരത്തിൽ കരട് പുനഃപരിശോധിക്കുന്ന ഘട്ടത്തിൽ, തിരുത്തലുകൾ വരുന്ന ഘട്ടത്തിൽ പരിഗണിക്കുമെന്നാണ് നമ്മൾ നിലവിൽ മനസ്സിലാക്കുന്നത്. ഒപ്പം തന്നെ ഈ കേരള കോൺഗ്രസിൻ്റെയും ഒപ്പം മറ്റ് ക്രൈസ്തവ സഭകളുടെയും അഭ്യർത്ഥനകൾ, അവർ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങളും കൂടി ഇതിൻ്റെ ഭാഗമാക്കും. ഒപ്പം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട തിടുക്കത്തിൽ ഒരു നടപടി വേണ്ട എന്നാണ് മുഖ്യമന്ത്രി നിലവിൽ നിർദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പ്രതിഷേധങ്ങളുടെ കൂടി പശ്ചാത്തലത്തിലാണ്. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ആദ്യം തുടങ്ങാൻ പോകുന്ന സഭാ സമ്മേളനത്തിൽ ഈ ബില്ല് വരുമോ എന്ന കാര്യത്തിൽ നിലവിൽ സംശയമുണ്ട്. എന്തായാലും കൃത്യമായ ഭേദഗതികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനം ഉറപ്പായതിനു ശേഷം മാത്രമായിരിക്കും ബില്ല് സഭയിലേക്ക് വരാനുള്ള സാധ്യത. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ വരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന, അവരിൽ ഒരു പ്രതിഷേധം ഉയർത്തുന്ന തരത്തിലേക്ക് നീക്കങ്ങളിലേക്ക് കടക്കേണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ ഇതിനകം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇത്തരം പുനഃപരിശോധനകൾ വരുന്നത്. ഇത്തരം വിശദമായ കൂടിക്കാഴ്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അനുജ, വനം നിയമ ഭേദഗതി വനം മന്ത്രി സബ്ജക്ട് കമ്മിറ്റിയിലാകും അവതരിപ്പിക്കുക. വരുന്ന സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ സർക്കാരിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. തിടുക്കം വേണ്ട എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്.